നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് തിരഞ്ഞെടുപ്പിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് 186, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് 120, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് 100, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് 58, സശസ്ത്ര സീമാബൽ 42 എന്നിങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങളിലായി ആകെ 506 ഒഴിവുകളാണ് നിലവിലുള്ളത്. വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായം 2024 ഓഗസ്റ്റ് 1-ന് 20-നും 25-നും ഇടയിൽ. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. എഴുത്തു പരീക്ഷ, അഭിമുഖം, കായികക്ഷമതാ പരീക്ഷ, മെഡിക്കൽ പരിശോധന, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 2024 ഓഗസ്റ്റ് 4-നാണ് പരീക്ഷ. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും പരീക്ഷാ കേന്ദ്രമുണ്ട്. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾ, SC/ST വിഭാഗക്കാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 മെയ് 14. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി upsc.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. കേരള ഹൈക്കോടതിയിൽ റിസർച്ച് അസിസ്റ്റന്റ് ആകാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അവസരം. താൽക്കാലിക അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത്. 32 ഒഴിവുകളാണ് നിലവിലുള്ളത്. നിയമത്തിൽ ബിരുദ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. അവസാന വർഷ നിയമ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ 1996 മെയ് 30-നും 2002 മെയ് 29-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പ്രതിമാസം 30,000 രൂപ ഓണറേറിയമായി ലഭിക്കുന്നതാണ്. വൈവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 മെയ് 29. വിശദ വിവരങ്ങൾക്ക് hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ജയ്പൂർ വിമാനത്താവളത്തിൽ ഹാൻഡിമാൻ, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ജൂനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, റാം സർവീസ് എക്സിക്യൂട്ടീവ്, ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 145 ഒഴിവുകളാണ് നിലവിലുള്ളത്. അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 2024 മെയ് 8 മുതൽ 11-ാം തീയതി വരെയാണ് അഭിമുഖം നടക്കുക. കരാർ നിയമനമാണ്. കാലാവധി 3 വർഷം. ഹാൻഡിമാൻ തസ്തികയിൽ 66 ഒഴിവുകളാണ് നിലവിലുള്ളത്. 10ാം ക്ലാസ് വിജയിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഭാഷ എന്നിവയിൽ അറിവുണ്ടായിരിക്കണം. പ്രായപരിധി 28 വയസ്സ്. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. 18,840 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. ഹാൻഡിമാൻ തസ്തികയിലേക്കുള്ള അഭിമുഖം 2024 മെയ് 11-ന് രാവിലെ 9:30-നാണ്. യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ തസ്തികയിൽ 17 ഒഴിവുകളാണ് നിലവിലുള്ളത്. 10ാം ക്ലാസ് ജയവും HMV ലൈസൻസും ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. പ്രായപരിധി 28 വയസ്സ്. 21,270 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. 2024 മെയ് 10-ന് രാവിലെ 9:30-നാണ് അഭിമുഖം. കൂടാതെ ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ജൂനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, റാം സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളിലും അവസരമുണ്ട്. വിശദാംശങ്ങൾക്കായി www.aiasl.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നോർത്തേൺ റെയിൽവേയിൽ കായിക താരങ്ങൾക്ക് ഗ്രൂപ്പ് ഡി തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഫുട്ബോൾ, ഭാരോദ്വഹനം, അത്ലറ്റിക്സ്, ബോക്സിംഗ്, സ്വിമ്മിംഗ്, അക്വാറ്റിക്സ്, ടേബിൾ ടെന്നീസ്, ഹോക്കി, ബാഡ്മിൻ്റൺ, കബഡി, റെസ്ലിംഗ്, ചെസ് തുടങ്ങിയ കായിക ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് അവസരമുള്ളത്. 38 ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രായം 18 മുതൽ 25 വരെ. 10ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത.
കായിക യോഗ്യതയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് www.rrcnr.org എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 മെയ് 16. ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ലാസ്കർ കം മസ്ദൂർ തസ്തികയിൽ മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള 3 താൽക്കാലിക ഒഴിവുകൾ നിലവിലുണ്ട്. സാക്ഷരതയും 2010 കേരള ഇൻലാൻഡ് വെസൽ റൂൾ പ്രകാരം നൽകിയിട്ടുള്ള നിലവിലെ ലാസ്കർ ലൈസൻസുമാണ് യോഗ്യത. പ്രായം 18 മുതൽ 41 വയസ്സ് വരെ. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. 762 രൂപയാണ് ദിവസവേതനമായി ലഭിക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2024 മെയ് 14 തീയതിക്കകം യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാകേണ്ടതാണ്. ഇതോടെ ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.